ഫ്രണ്ട്സ്, എൻ്റെ പേര് എഫ്രൈം കുഞ്ഞലിയു ആൻഡ് വെൽക്കം ടു എഫ്രൈം സോൺ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാക്കാൻ പോകും. ഫ്ലോഗോറിതം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോഡ് വിത്ത് എഫ്രൈം എപ്പിസോഡ് 2 നമ്മളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയുന്നത് ഞാൻ പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോ തന്നെ ഭയങ്കര സമയമൊക്കെ എടുത്തു. അതുകൊണ്ടാണ് ഇനി ഈ വീഡിയോ നമ്മൾ പെട്ടെന്ന് പോകും. മാത്രമല്ല, ഇപ്പോൾ ബേസിക്സ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ തന്നെ പോകണം. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എക്സ്, പിന്നെ വൈ, പിന്നെ അതിന് അസൈൻ കൊടുക്കുന്ന എക്സിനും വൈനും വാല്യൂ ഒക്കെ കൊടുക്കുക. എക്സ്, പിന്നെ എക്സിന് വാല്യൂ 1, x1, y1. അപ്പോൾ ഇതിന് രണ്ടിനും വാല്യൂ 1 ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ വേരിയബിൾ വാച്ചിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ വേരിയബിൾ വാച്ച് എന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കണ്ട മെയിൻ, അതായത് ഇതിൻ്റെ പേരാണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഇവിടെ 1 കാണിക്കുന്നുണ്ട്, y കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിയാണോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ 2 ആക്കി കൊടുക്കും. ഇപ്പോൾ വൈയുടെ വാല്യൂ 2 ആയി, കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ തിരിച്ച് 1 ആക്കാൻ പോകുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം 1 × 1, 1, 1 × 2 അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അത് ചെയ്യാനായിട്ട് നമ്മൾ വൈൽ ഉപയോഗിക്കും. ഈ വൈൽഡ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വൈൽഡ് യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇതിൽ കൂടെ പോകും, കണ്ട. എന്നിട്ട് പിന്നെ അത് ചെക്ക് ചെയ്യും. പിന്നെ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇതിൽ കൂടെ പോകും. പിന്നെയും ചെക്ക് ചെയ്യും. പിന്നെ ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇതിൽ കൂടെ പോകും. അപ്പോൾ അതാണ് കാണിച്ചു തരാനായിട്ട് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഞാൻ 2 നൽകി. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ഈക്വൽ ടു അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ പോകണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഹെലോ എന്ന് കൊടുക്കണം. 2 ആണെങ്കിൽ അത് ഹെലോ എന്ന്. ഓക്കെ, ഇങ്ങനെ ഹെലോ ഇങ്ങനെ പിന്നെയും പിന്നെ പോകും, കണ്ട. ഇനി ഇതിന് മേലേക്കൊക്കെയാൽ പിന്നെയും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് അത്ര നേരം നിൽക്കണ്ട. നിങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ ചിലപ്പോൾ ക്രാഷ് ആവും. പിന്നെ ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇപ്പോൾ 1 ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട വന്നു. ഇപ്പോൾ വേരിയബിൾ വാച്ചിലേക്ക് പോയി, കാരണം അതിനൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മളിന്ന് ക്യാൻസൽ കൊടുക്കുന്നു. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ തിരിച്ച് 1 ആക്കുന്നു. എന്നിട്ട് ഇവിടെ നോട്ട് ഈക്വൽ ടു ഇല്ലേ, അതിന് നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ ഒരു ഈക്വൽ ടു കൊടുക്കുന്നത് സ്ട്രൈക്ക് ചെയ്യുന്നു. പക്ഷെ ഇതിനങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മൾ എക്സ്ക്ലമേറ്ററി കൊടുക്കുന്നു. എക്സ്ക്ലമേറ്ററി ഇസ് ഈക്വൽ ടു പിന്നെ 11 കൊടുക്കണം. കാരണം 10 കൊടുത്തു കഴിഞ്ഞാൽ 10 എന്താ 9 വരെ പോവുള്ളൂ, 10 ആവില്ല. അതുകൊണ്ടാണ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഔട്ട്പുട്ട് എല്ലാം മാറ്റണം. അയ്യോ, അത് ചെയ്യണം. ഓക്കെ, നമ്മൾ പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നു. നമ്മളിനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എക്സ്, പിന്നെ നമ്മളിവിടെ ആൻഡ് കൊടുക്കില്ല. അതൊക്കെ ബൂലിയൻസിനാണ്. അത് മാത്രമല്ല, അത് കൂടുതൽ ഉപയോഗിക്കുന്ന പൈത്തൺ. നമ്മൾ കോമ കൊടുക്കുന്നില്ല, അത് പൈത്തണിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൻഡിൻ്റെ സിമ്പിളാണ്. ഓക്കെ, ഇനി ആൻഡ് കൊടുത്തിട്ട് ഇത് കൊടുക്കാം. എക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സൈൻ കൊടുക്കുക. നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സ് ആണ് ഉപയോഗിക്കുന്നത്, കാരണം കഴിഞ്ഞ വീഡിയോ കാൽക്കുലേറ്ററിൽ നമ്മൾ മറ്റേതാണ് ചെയ്തത്. ഓക്കെ, എക്സ്, പിന്നെ ആൻഡ് കൊടുക്കണം. പിന്നെ വൈ, പിന്നെയും ആൻഡ്, പിന്നെ ഇസ് ഈക്വൽ ടു, പിന്നെയും ആൻഡ്, ഈ പ്രാവശ്യം എക്സ് ഇൻറ്റു വൈ. ഓക്കെ, 1 × 1 ഇങ്ങനെ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുക.
ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ വൈനുണ്ടല്ലോ, നമ്മൾ y+1 എന്ന് കൊടുക്കുന്നത് എന്തിനാണ്? കാരണം നമ്മൾ നേരത്തെ വൈന് വാല്യൂ കൊടുത്തതാണ്. അപ്പോൾ അത് കാരണം ആ വാല്യൂ തന്നെ ആഡ് ആയിക്കോളും. ഓക്കെ, ചെയ്യാം. ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന ഇഫ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഇഫ് y = 11, ഇതിന് മറ്റേതുപോലെ തന്നെ നമ്മൾ 10 കൊടുക്കാത്തതാണ് 10 പ്രിന്റ് ആയി വരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അസൈൻ y = 1. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാം, y -9 അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി ചെയ്ത് നോക്കാം. പിന്നെയും ആയി വരുന്നു. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എക്സിന് നമ്മൾ അസൈൻ കൊടുക്കുന്നു. അസൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x+1 ആണ്. ഓക്കെ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റെഡി. ഇത് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ഇതിലേക്ക് വന്നു. പിന്നെ 1 × 1 തൊട്ടിട്ട് 10 × 10 വരെ നമ്മുടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരെ ബൈ.